ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടേസ്റ്റ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ, സത്യമാണ് പറയണത്, ചുമ്മാ പറയല്ല. അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഞാൻ കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതേ വാചകടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. വളരെ ടേസ്റ്റിലും ഈസി ആയിട്ടും ക്രീമി ആയിട്ടും ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഞാൻ അതിനായിട്ട് എല്ലോട് കൂടിയ ചിക്കൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചെറുതായിട്ട് നാരങ്ങ നീരൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ബട്ടർ, പിന്നെ ഉലുവ ഇല അത് കൈ കൊണ്ട് പൊടിച്ചിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുഴച്ച് നന്നായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം കേട്ടോ. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഞാനിവിടെ അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ആ തരത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 തവണയായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബട്ടർ മസാല ഉണ്ടാക്കിയെടുക്കുക. ബട്ടർ മസാല ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ മെൽറ്റായതിന് ശേഷം അതിലേക്ക് ചെറിയ പീസ് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത് 3 കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 5-10 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കൂടുതലിടണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം കേട്ടോ. എന്നിട്ട് അതൊന്ന് വാട്ടിയതിന് ശേഷം ഞാനതിലേക്ക് സവാള ചേർക്കുന്നുണ്ട്. സവാള ഒരുപാട് അങ്ങോട്ടിട്ട് വാട്ടേണ്ട കാര്യമില്ല കേട്ടോ, കാരണം നമുക്കിത് പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ടതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി വെന്തുടക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, കാരണം നമ്മൾ ചിക്കനിലേക്ക് അത് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. ഇനി എരിവ് വേണം എന്നുണ്ടെങ്കിൽ, എരിവ് നന്നായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉണക്കമുളക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി എല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കുറേശ്ശെ ചേർക്കണുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇട്ടും കാട്ടി ഇളക്കേണ്ട കാര്യമില്ല. ഒന്ന് ജസ്റ്റ് ആ മണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ ചേർക്കട്ടെ. ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം എൻ്റെ ബട്ടറിൽ ഉപ്പുള്ള കാരണം ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം തണുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തോട്ടോ. എന്നിട്ട് അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കണേ. ഞാനിവിടെ അരിച്ചെടുത്തിട്ടില്ല, കാരണം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി അതേ സെയിം ചട്ടി തന്നെ വെച്ചിട്ട് ഞാൻ ഈ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നല്ല തിക്കായിട്ടായിരിക്കണത്. അപ്പോൾ കുറച്ച് ലൂസാക്കാനായിട്ട് ഞാൻ ഒഴിച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഗ്രേവി എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ലൂസാക്കരുത്. ഇത് കുറച്ച് തിക്കുള്ള ഒരു ക്രീമി ടൈപ്പിലാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവി ഇരിക്കുക. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം മാത്രമേ ചിക്കൻ ഇടാൻ പാടുള്ളൂ, കാരണം ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ, പൊടിയുടെയും എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്താണ് ഇത് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തിളക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. എനിക്കിവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ ഉള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും മധുരം ചേർക്കണേ. അപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഉലുവയുടെ ഇല. നമ്മൾ നേരത്തെ ചേർത്തിയ പോലെ തന്നെ ഉലുവയുടെ ഇല കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കണം കേട്ടോ. അത് ചേർത്താൽ ബട്ടർ ചിക്കൻ്റെ ശരിക്കും സ്മെല്ല് വരുള്ളൂ. അത് ചേർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്യാം. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുന്നത്. ഫ്രഷ് ക്രീം എന്തായാലും ചേർക്കണേ, അപ്പോഴാണ് നമ്മളെ ബട്ടർ ചിക്കൻ ഫിനിഷ് ആവുള്ളൂ കേട്ടോ.
അപ്പോൾ ദേ ഞാൻ കുറച്ച് ലാവിഷായിട്ട് തന്നെ ഇത് ചേർക്കുന്നുണ്ട്, ക്രീം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറവ് വേണമെങ്കിൽ കുറവ് ചേർക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ദേ എന്ത് രസമാണ്, കാണാൻ മാത്രമല്ല കേട്ടോ, കാണുന്ന പോലെ തന്നെയാണ്, കഴിക്കാനും അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇതെല്ലാത്തിൻ്റെ കൂടെയും ചേരും കേട്ടോ. നമുക്ക് പൊറോട്ട, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ അത്രയ്ക്ക് ചേരൂല കേട്ടോ, ബാക്കി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്താ കളറ് കണ്ട, വായിൽ വെള്ളം വരുന്നില്ലേ? അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. എനിക്കിതേ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരാം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.